വേദിയിലിരിക്കുന്ന ബഹുമാനനായ മമ്മൂക്ക, ആദരണീയനായ ചന്ദ്രൻ സാർ, രേവതി ആൻറ്റി, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, ഒരു കുന്നിക്കുരുവോളം ആഗ്രഹിച്ചിട്ട് കുന്നോളം കിട്ടിയ അത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ചന്ദ്രൻ സാറിൻ്റെ ആയിട്ടുള്ള ഒരു അഭിനയ ജീവിതം എൻ്റെത്. അതായത് ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡാനിയും പൊന്തന്മാടെയും സൂസനെയും മങ്കമ്മയും ഒക്കെ കണ്ടിട്ട് സാറിനെ ഒന്ന് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരാൾ. ആ സമയത്തൊക്കെ IFFKയുടെ പ്രോഗ്രാം അവതരിപ്പിക്കാനും ഒക്കെ എപ്പോഴും IFFK വേദിയിലുണ്ടാകുന്ന ഞാൻ അവിടെ IFFK കാണാൻ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളൊന്നും എപ്പോഴെങ്കിലും ഒന്ന് പരിചയപ്പെടണം എന്നുള്ള. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വെയിൽ കഴിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത് തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ പടം ഒരു സീനിലെങ്കിലും എനിക്ക് അഭിനയിക്കാൻ പറ്റുമായിരിക്കുമോ എന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ അദ്ദേഹം വിലാപങ്ങൾക്കപ്പുറം എന്ന സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഭൂമി മലയാളം എന്ന് പറയുന്ന സിനിമ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ പോലും ഇല്ല, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് ചെയ്യുക എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഭൂമി മലയാളത്തിലെ അത്ലറ്റിൻ്റെ ക്യാരക്ടർ. അത് കഴിഞ്ഞ് പെങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ 3 സിനിമകൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. സാറുമായിട്ടും ആൻറ്റിയുമായിട്ടും എപ്പോഴും എനിക്ക് ഒരു വല്ലാത്തൊരു വ്യക്തിബന്ധമുണ്ട്. എൻ്റെ ഗുരുതുല്യനല്ല, എൻ്റെ ഗുരുവാണ് എന്നും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വേദിയിലേക്ക് ഇവിടെ വരുമ്പോൾ ഞാൻ ഷൂട്ടിംഗ് സമയത്തൊക്കെ എപ്പോഴും ഒരു കുട്ടിയുടെ കൗതുകത്തോടെ ഞാൻ എപ്പോഴും സാറിൻ്റെ പഴയ കാലങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ആ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കുള്ളത് എപ്പോഴും വിലാപങ്ങൾക്കപ്പുറത്തിൻ്റെ സമയത്തിൽ ഇത്തരത്തിലുള്ള കഥകൾ സാറിന് പറഞ്ഞു കേൾക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും. ആ ഇടവേളകളൊക്കെ ഇങ്ങനെ സാറിൻ്റെ വായിന്നൊക്കെ പലപ്പോഴും പുതിയ കാര്യങ്ങൾ കഥകളൊക്കെ കേൾക്കും. അതുപോലെയാണ് ഈ രീതിയിൽ നിങ്ങളെല്ലാവരും കേൾക്കുന്നത്, കാണാനും കേൾക്കാനും ഒക്കെ